വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ HP വ്ളോഗ്സ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിസിറ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ആനപ്പാറ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിലെ ആണ് ആനപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ സ്ഥലത്തേക്ക് പോകാം. ഇത് നമ്മൾ കാണുന്നത് കോരപ്പുഴയാണ്. വളരെ മനോഹരമായൊരു വളരെ വലിയൊരു പുഴയാണ്. അപ്പോൾ എന്ത് ഭംഗിയല്ലേ ഈ പുഴ കാണാനായിട്ട്. നമുക്കൊക്കെ മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനും നമുക്കൊരു മനസ്സിനൊരു റിലീഫ് കിട്ടാനും ഒക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ പുഴയിൽ നിന്ന് നമ്മൾ കല്ലുമക്കായ, പിന്നെ കക്കയിറച്ചി എന്ന് പറയുന്ന എരുന്ത്, പിന്നെ ഇതുപോലെ ഓയിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഷെല്ലാണിത്. മൊരു എന്ന് പറയുന്ന സാധനം കുറച്ച് അത്യാവശ്യം നല്ല കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. കൊളസ്ട്രോൾ നല്ലോണം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റിയാണ്. നല്ല കാൽഷ്യം റിച്ചാണ്, അയൺ റിച്ചാണ്, ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഈ പുഴയിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ വിശ്വസിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിരിക്കും, വീടിന് നല്ല ഐശ്വര്യമാണ്, ബ്ലെസ്സിങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മനോഹരമായൊരു ബാമ്പു ആണ്. അപ്പോൾ നമ്മുടെ ആനപ്പാറയിലേക്ക് നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് ഈ പുഴ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നിട്ട് മനസ്സിൽ തോന്നി ഇതുവഴി ഒരു ഹൗസ് ബോട്ടിംഗ് ഒക്കെ പോകാനാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഹൗസ് ബോട്ടിങ്ങും ടൂറിസവും ഒന്നും വരാത്തതെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും അത്രയും നാച്ചുറൽ ബ്യൂട്ടിയുള്ളൊരു പ്ലേസുമാണ്. അപ്പോൾ ഇനി വരുന്നൊരു സമയത്ത് റിസോർട്ടുകളും ടൂറിസവും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഹൗസ് ബോട്ടിങ്ങും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഡെവലപ്പായി നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കാം. ഇത് ഇവിടെ പണ്ട് കടത്തുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന അത്തോളി ഗ്രാമപഞ്ചായത്ത്. അവിടെ നിന്ന് കടത്ത് കടന്ന് വെങ്ങളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പണ്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ബ്രിഡ്ജൊക്കെ വന്നതിന് ശേഷം ഇല്ല. അതിൻ്റെ ഒരു സാധനമാണിത്. ഇപ്പോൾ നമ്മൾ വന്ന ഡെസ്റ്റിനേഷൻ എത്തി, ആനപ്പാറ. അങ്ങോട്ടേക്ക് പോവാം. മുന്നേ ഈ ആനയുടെ വയറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ അടർന്നും നശിച്ചുമൊക്കെ പോയി. എന്തായാലും ഇപ്പോൾ ഇവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന പാറ കുറേയേറെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വയറിൻ്റെ പോർഷനിൽ കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ആനപ്പാറ. കണ്ടില്ലേ, കറക്റ്റ് ആനേൻ്റെയൊക്കെ ഷേപ്പിലുള്ളൊരു പാറയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഐതിഹ്യമൊക്കെ ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ വിവരമില്ല. അപ്പോൾ നമുക്കിത് ഒരാളോട് ചോദിക്കാം. ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ചേട്ടനോട് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നൊക്കെ കൂടുതൽ ചോദിച്ചറിയാം. എനിക്ക് അറിയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. ഫുള്ളൊന്നും അറിയില്ല. അപ്പോൾ ഞാനയും ആനപ്പാപ്പാനും വർഷങ്ങൾക്ക് മുൻപ് ഇതുവഴി നടന്നു പോകുമ്പോൾ ഒരു മഹർഷി ഉണ്ടായിരുന്നാണ് പറയുന്നത്. മഹർഷിയും ആനപ്പാപ്പാനും കൂടെ വാക്കുപോരായി. എന്താ പറഞ്ഞത് നമുക്കറിയില്ല. അപ്പോൾ അത് മഹർഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മഹർഷി ശപിച്ചപ്പോൾ ആന പാറയായി, ആനപ്പാപ്പാൻ ഒരു ഈന്തുമരമായി. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഈന്തൊക്കെ നശിച്ചു പോയി. ഇത് മുൻപ് ഈ ആനേൻ്റെ ഈ ഭാഗം പൊട്ടിച്ചിട്ട് അന്ന് രക്തം വന്നെന്നാണ് പറയുന്നത്. രക്തം വന്നത് കണ്ടിട്ട്
ആൾക്കാർക്ക് പേടിയായി അങ്ങനെ ഇട്ടേച്ച് പോയതാണ്. ബാക്കി വേസ്റ്റുകൾ ഇവിടെയുള്ള വീടിന് പറമ്പിനൊക്കെ കിട്ടാൻ വേണ്ടി പൊട്ടിച്ചെടുത്ത് അങ്ങനെ അവിടെ കാണാത്തത്. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗം നമുക്ക് കാണാൻ പറ്റുമോ? ബാക്കിൽ ഉറുദിലോ സംസ്കൃതത്തിലോ അതിൻ്റെ മുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ എഴുതിയേക്കുന്നതിനെ കുറിച്ച് എന്നോട് ചോദിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. സംസ്കൃതമാണോ ഉറുദാണോ അറിയില്ല. നമുക്കിതിനെ പറ്റി അറിയില്ലല്ലോ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പണ്ട് കാലത്ത്. അവനെ ഇതിൻ്റെ ഐതിഹ്യമാണ് എഴുതിയേക്കുന്നത് അല്ലേ? എന്താണെന്ന് അറിയില്ല. ഇവിടെ മലയാളത്തിൽ ലീ എല്ലെന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എന്താണ് എങ്ങനെയാണ് ഈ പാറേൻ്റെ ഐതിഹ്യം എന്നൊക്കെ അറിയാൻ സാധിച്ചത് ഈ ഹരിദാസ് ചേട്ടനെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു ഏട്ടാ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടൽക്കാടുകളാണ്, അതായത് മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇതൊരു എൻഡേഞ്ചർഡ് കാറ്റഗറിയിൽ, അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നവയാണ് ഇന്ന് ഈ കണ്ടൽക്കാടുകൾ. അപ്പോൾ ഇത് വളരെ അപൂർവമായി കാണുന്നൊരു കാഴ്ചയാണിന്ന്. അതാണിത്. ഇപ്പോൾ കോരപ്പുഴയിലൂടെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ടും ഇങ്ങനെ ആസ്വദിക്കാനായിട്ടൊക്കെ. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് വെള്ളത്തിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പണ്ട് കടത്തുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ആ പ്രാചീനമായ രീതിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പറ്റില്ല. ഞാനതിന് ശ്രമിക്കാം, പക്ഷേ നടക്കില്ല. തുടർന്ന് ആഗ്രഹമുണ്ട്. സക്സസ്. ഇപ്പോൾ നമ്മൾ ഇതിൽ കയറി വെങ്കളത്ത് പോയി അവിടെ നിന്ന് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ആനപ്പാറ വിസിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം. താങ്ക് യു.